ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിന്റെ പ്രശ്നങ്ങൾ കാരണം എഴുന്നേൽക്കുമ്പോൾ പലർക്കും ബോഡി പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള ഒരു സൂത്രപ്പണി പറഞ്ഞു തരട്ടെ. മുത്തശ്ശിയുടെ അച്ഛൻ ഒരു വൈദ്യനായിരുന്നു എന്നാണ് കേട്ടറിവ്. സംഭവം ഹൈലി എഫക്റ്റീവ് ആണ്. തണുപ്പ് കാരണം കയ്യിലും കാലിലും ഉണ്ടാകുന്ന വേദനകൾ പമ്പ കിടക്കും. കുരുമുളകെന്നും നല്ല മുളകെന്നും പറയുന്ന ഇതിന്റെ ഇലയില്ലേ, അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് തടവി കൊടുത്താൽ മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മുത്തശ്ശി മണ്ണെണ്ണ വിളക്കിൽ കാണിച്ച് ചൂടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതൊന്നും ഇപ്പൊ ലഭ്യമല്ലല്ലോ. നമുക്ക് നെക്ക് പെയിൻ ഒക്കെ ഉണ്ടായ സമയത്ത് ഞാൻ പല ആൾക്കാരെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോടൊരു കൈറോപ്രാക്ടർ പറഞ്ഞത് അടിയന്തിരമായി ബെഡ് മാറ്റാനാണ്. കൈയും കാലും വേദനയുള്ളവർ മാത്രമല്ല, അവരുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാവരും ഇങ്ങനെയുള്ള ബെഡുകൾ യൂസ് ചെയ്യേണ്ട സാഹചര്യമേ ഉള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാലരാമപുരം SPR നിന്നായിരുന്നു. മട്ടനും ബ്രെയിനും ഞല്ലിയും തട്ടിയതിനു ശേഷം നേരെ വിട്ടത് സർജിക്കൽ എക്യുപ്മെന്റ്സും സാധനങ്ങളും വിൽക്കുന്ന അമരവിളയിലെ ഒരു ഷോപ്പിലേക്കാണ്. നടുവിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ബെഡുകൾ യൂസ് ചെയ്യുമ്പോൾ കുറെ കാലം കൂടി ആരോഗ്യം കിട്ടും എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാവും ഒരുപാട് കട്ടിലുകളും അതിലെല്ലാത്തിലും ബെഡും അല്ലേ. പക്ഷേ വീണ്ടും പണി കിട്ടാതിരിക്കാൻ ഞാനൊന്ന് കിടന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വാങ്ങിയത്. ഇത് നമ്മൾ ചെയ്ത് മേടിക്കുന്നതാണ്, റെഡിമെയ്ഡ് അല്ല. ഇതിന്റെ 4-5 കനമുണ്ട് ഇതിന്. ഫോം പെട്ടെന്ന് നമ്മൾ കിടക്കുമ്പോൾ ചുരുങ്ങി പോകില്ല. അത് റെഡിമെയ്ഡാണ്. കട്ടിലിൽ കിടക്കുന്നത് നമ്മൾ കട്ടി കുറവാണ്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിതിങ്ങി കുറെ നാൾ കഴിയുമ്പോൾ പിതിങ്ങി അങ്ങ് സ്പോഞ്ച് പിതിങ്ങി കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് സ്പോഞ്ച് ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള പ്രശ്നം വരില്ല. ഫോം അകത്തിട്ടിരിക്കുന്ന ഫോം കൂടിയതാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ഇങ്ങനെ ഒരു ബെഡ് എവിടെ കിട്ടുമെന്ന് ഫ്രണ്ട്സിനോട് തിരക്കി നടക്കുകയായിരുന്നു. കൈറോപ്രാക്ടറോട് ചോദിച്ചു. അവരും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമരവിളയിൽ ഇതുപോലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് മാത്രം വിൽക്കുന്നൊരു ഷോപ്പ് ഉള്ളതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇതുപോലുള്ള ഷോപ്പുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അമരവിള വരെ വന്നതല്ലേ, കുറച്ച് ദൂരം കൂടി ട്രാവൽ ചെയ്താൽ നെട്ടയിൽ എത്താമല്ലോ എന്ന് പറഞ്ഞത് ജിനു ആണ്. അങ്ങനെ നെട്ടയിലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു ലഞ്ച്. നമ്മൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നത് ആറ്റുതീരത്തിൽ നിന്നാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അർജുൻ ഹോട്ടലിലാണ് കയറിയത്. നല്ല മരിച്ചിനിയും മുളക് ചമ്മന്തിയും മീനും ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്കാണ് വന്നതെങ്കിലും അങ്ങനെ അസഹനീയമായ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്ന് നമ്മൾ കുശാലായിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. നല്ല ആവി പറക്കുന്ന മരിച്ചിനി കണ്ടപ്പോഴേ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ. എന്നാൽ നല്ല ചൂട് മീനും കൂടെ കണ്ടോ. സൂപ്പർ യമ്മി ഫുഡാണ്. കായൽ മത്സ്യമാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി. അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിർത്തണ്ട, വണ്ടി നേരെ തൃപ്പരപ്പെങ്ങാനും പൊയ്ക്കോളൂ എന്ന് ചെക്ക് പോസ്റ്റിലെ പോലീസുകാർ നമുക്ക് ഉപദേശം തരും. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശം കിട്ടിയത് കൊണ്ട് തന്നെ കായലിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് വേഗം തിരിച്ചു പോവുകയാണ് ചെയ്തത്. നമ്മുടെ തൻവിപ്പാപ്പ ദിവസവും 1 ലോഡ് ക്യാൻഡീസൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ പല്ല് ഫുള്ളും പോടാണ്. ഒരു തവണ അടച്ച പുഴുപ്പല്ലുകളാണ് ഇളകി പണി കിട്ടിയത്. ഇപ്പൊ 3 പല്ലുകൾ അടയ്ക്കാനുള്ള നിലവാരത്തിലേക്ക് മുട്ടായി തീറ്റി ഉയർന്നു. എത്ര അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന ദിവസമാണെങ്കിലും എന്റെയും ജിനോയുടെയും വീട്ടിൽ പോയി ഹാജര് വെച്ചിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാറുള്ളൂ. അത് ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ഏത് ബെഡാ യൂസ് ചെയ്യുന്നത്? കംഫർട്ടബിൾ ആണോ? പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങേണ്ടി വരും. കമന്റ് ചെയ്യണേ.